കാസർഗോഡ് കാഞ്ഞങ്ങാട് മാവുങ്കാലിന് സമീപവും ദേശീയപാത ഇടിഞ്ഞിരിക്കുന്നു എന്നതാണ്. ആറുവരിപ്പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ചെങ്കള നീലേശ്വരം റീച്ചിലാണ് സർവീസ് റോഡ് തകർന്നത്. ദേശീയപാത ഇടിഞ്ഞതോടെ ഗതാഗതം സ്തംഭിച്ചു. വിവരങ്ങളുമായി സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. സിജു, ഇപ്പോൾ മാവുങ്കാലിലും ദേശീയപാത ഇടിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇത് ദേശീയപാതയുടെ രണ്ടാമത്തെ റീച്ചല്ലേ? ഇത് ആരാണ് ആ റീച്ചിന്റെ നിർമ്മാണ ചുമതലയുള്ളത്? എന്താണ് സംഭവിച്ചത്? മനു, ദേശീയപാത ആറുവരിപ്പാത നിർമ്മാണം നടക്കുന്ന ചെങ്കള നീലേശ്വരം റീച്ചിലാണ് സർവീസ് റോഡ് ഇടിഞ്ഞ് താണത്. ഈ സ്ഥലത്ത് നിർമ്മാണം നടത്തുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. മാവുങ്കാലിന് സമീപം കല്യാൺ റോഡിൽ ക്രൈസ്റ്റ് സ്കൂളിന് സമീപത്താണ് സർവീസ് റോഡ് ഇടിഞ്ഞത്. ആറുവരിപ്പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാത്രി മുതൽ പെയ്ത മഴയിൽ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ സർവീസ് റോഡ് രാവിലെ ഇടിഞ്ഞു താഴുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത സ്തംഭനം ഈ ഭാഗത്തുണ്ടായി. ഇപ്പോൾ ഗതാഗത തടസ്സം നീക്കുന്നതിനാവശ്യമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴ. സർവീസ് റോഡിനപ്പുറത്തേക്ക് പ്രധാന പാതയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? വലിയ പ്രശ്നമുണ്ടായിട്ടില്ല മനു. ചെറിയ രീതിയിൽ ഈ റോഡ് ഇടിഞ്ഞ് താഴ്ന്നു പോവുകയായിരുന്നു. ആ പ്രശ്നം കൊണ്ട് തന്നെ ആ ഭാഗത്തുകൂടി വാഹന ഗതാഗതം നിരോധിച്ചു. മറ്റൊരു ഭാഗത്തുകൂടി വഴിതിരിച്ചു വിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ നേരം മണിക്കൂറുകളോളം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഗതാഗത സ്തംഭനം ഉണ്ടായി. വിശദീകരണം വന്നിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചതെന്ന് മേഘ കൺസ്ട്രക്ഷൻസിന്റെയോ ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം വന്നിട്ടുണ്ടോ? നിലവിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം വന്നിട്ടില്ല. നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ദേശീയപാത അതോറിറ്റിയോ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നിലവിൽ നൽകിയിട്ടില്ല. ഏതായാലും ഗതാഗത സ്തംഭനം ഏറെക്കുറെ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ സർവീസ് റോഡാണ് താഴ്ന്നുപോയത്. ശരി. കാസർഗോഡ് കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞതാണിരിക്കുന്നു. മേഘ കൺസ്ട്രക്ഷൻസ് നിർമ്മിക്കുന്ന ദേശീയപാതയുടെ രണ്ടാമത്തെ റീച്ചിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ഇപ്പോൾ സിജു കണ്ണൻ നൽകിയത്.